ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂലൈ മാസം 23-ാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും ഞങ്ങൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 13-ാമത്തെ അധ്യായമാണ്. ദൈവത്തെ അറിഞ്ഞ ഒരു മനുഷ്യന് എങ്ങനെ ദ്രവ്യാഗ്രഹ നിമിത്തം വഴിതെറ്റിപ്പോകുവാനിടയായി എന്ന് വ്യക്തമായി കാണിക്കുന്ന ഒരു അധ്യായമാണ് യോശുവയുടെ പുസ്തകം ഈ 13-ാമത്തെ അധ്യായം. ബിലെയാം എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു പ്രവാചകനെക്കുറിച്ചും അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ബിലെയാം വ്യാജ പ്രവാചകനായിരുന്നു, അതോ ബിലെയാം ഒരു യഥാർത്ഥ പ്രവാചകൻ വഴിതെറ്റിപ്പോയവനായിരുന്നു എന്നൊക്കെ സംവാദങ്ങളുണ്ട്. ബിലെയാം ദൈവവിധലായിരുന്നോ അല്ലയോ എന്നൊക്കെയുള്ള സംവാദത്തിന് വ്യക്തമായൊരു ഉത്തരം പറയുവാനായിട്ട് നമുക്ക് കഴിയുന്നതല്ല. എന്നാൽ അവൻ ദൈവത്തെക്കുറിച്ച് അറിയേണ്ട പല കാര്യങ്ങളും അറിഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ് എന്ന് മാത്രമല്ല, ദൈവത്തെ ഭയപ്പെട്ട ഒരു മനുഷ്യനുമായിരുന്നു എന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. കാരണം താൻ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം ശപിക്കാതെ ആരും ശപിക്കപ്പെടുകയില്ല എന്ന്. അതുകൊണ്ട് താൻ ശപിച്ചാലും ദൈവം ശപിച്ചെങ്കിലേ അത് ശാപമായി മാറൂ എന്ന കാര്യത്തിൽ തനിക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. വിജാതീയനായ ഒരുവനായിരുന്നു ബിലെയാം, താനൊരു യഹൂദനായിരുന്നില്ല. വിജാതീയനായ ഈ മനുഷ്യനെ ബാലാക്ക് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരാൾ വാടകയ്ക്കെടുത്ത് ദൈവമക്കളെ ശപിക്കാനായിട്ട് നിയോഗിക്കുകയാണ് ചെയ്തത്. എന്നാൽ ദൈവം അനുവദിക്കാതെ ദൈവജനത്തെ ശപിക്കുവാൻ കഴിയുകയില്ല എന്ന് ബിലെയാം അറിഞ്ഞിരുന്നു. അത് കാര്യം വ്യക്തമായിട്ട് ബാലാക്കിനോട് താൻ പറയുകയും ചെയ്തു, ദൈവം പറയാതെ ഒരു വാക്കും എനിക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല എന്ന്. എന്നാൽ ബാലാക്ക് ധാരാളം പണം കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് കൂടെ തന്നെ ഈ ജോലിക്ക് വേണ്ടി പ്രേരിപ്പിച്ചത്. അപ്പോഴൊക്കെ താൻ പറയുന്നുണ്ട്, നീ നിൻ്റെ വീട് നിറയെ സ്വർണ്ണവും വെള്ളിയും തന്നാലും ദൈവം പറയുന്നതിന് വിപരീതമായി എനിക്കൊന്നും പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്ന്. എന്നാൽ തൻ്റെ ഹൃദയത്തിലുണ്ട്, എങ്ങനെയെങ്കിലും ദൈവം ഒന്ന് അനുവദിച്ചിരുന്നെങ്കിൽ ഇവരെ ശപിച്ച് ഈ കാശ് വാങ്ങാമെന്ന്. അങ്ങനെ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ബിലെയാം വരുന്നത്. ബിലെയാം സത്യം അറിഞ്ഞ ഒരുവനായിരുന്നു, യാതൊരു സംശയവുമില്ല. യഹോവയെ അറിഞ്ഞവനും ഭയപ്പെട്ടവനുമാണ്. എന്നാൽ ദ്രവ്യാഗ്രഹം എന്ന മാരക രോഗം പിടിപെട്ടതുകൊണ്ട് ബിലെയാം ആകെ ജീവിതത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അതിമനോഹരമായ പ്രവചനം പറഞ്ഞ ഒരാളാണ് ബിലെയാം. എന്ന് മാത്രമല്ല, ഒരു ഭക്തനെപ്പോലെ തനിക്ക് മരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ അതിന് തനിക്ക് കഴിഞ്ഞില്ല. കാരണം ഒരു ഭക്തനെ പോലെയല്ല താൻ ജീവിച്ചത്. വെറും ഒരു ജഡികനായ മനുഷ്യനായിട്ട് ദ്രവ്യാഗ്രഹം പൂണ്ട് ദൈവജനത്തിന് ദോഷം വരുത്തുന്ന ഒരുവനായിട്ടാണ് ബിലെയാം ഇരുന്നത്. അതുകൊണ്ട് തനിക്ക് ഒരിക്കലും ഒരു ഭക്തനെ പോലെ മരിക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല. അപ്പോൾ അങ്ങനെ സങ്കടകരമായിരിക്കുന്നൊരു ചരിത്രമാണ് ബിലെയാമിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. ബിലെയാം കൂടെ ബാലാക്കിൻ്റെ പ്രലോഭത്തിന് അടിപ്പെട്ട് ദൈവം അവനോട് പോകരുതെന്ന് പറഞ്ഞിട്ടും അവൻ പോയി. ഒരു പ്രാവശ്യവും പോകരുത് ദൈവം പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ അവസാനം ദൈവം പ്രതിയോഗിയായിട്ട് ഒഴിഞ്ഞു നിൽക്കുകയും അവൻ്റെ കഴുത അവൻ്റെ കാൽ കീഴെ കിടക്കുകയും അവൻ കഴുത അടിക്കുകയും അവസാനം കഴുത വായ തുറന്ന് അവനെ ശാസിക്കുകയൊക്കെ ചെയ്തതായിരിക്കുന്ന സംഭവം അറിയാം. ലോകചരിത്രത്തിൽ തന്നെ നടന്ന അത്ഭുതങ്ങളിലൊന്നാണ് ഒരു മൃഗം ഒരു മനുഷ്യനോട് സംസാരിച്ചു എന്നുള്ളത്. ഒരു കഴുതയ്ക്കുള്ളതായിരിക്കുന്ന സെൻസ് പോലും ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ട് ബിലെയാം ഒടുവിൽ തീർന്നു എന്നുള്ളതാണ് സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യം. നാം വിതയ്ക്കുന്നത് തന്നെയാണല്ലോ നാം കൊയ്യുന്നത്. ദ്രവ്യാഗ്രഹിയായ ബിലെയാം പണത്തിനു വേണ്ടി തൻ്റെ ഭാവിയെ ബലി കഴിച്ചവനാണ്. തൻ്റെ യഥാർത്ഥ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു അല്ലയോ അതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയാം, ദൈവം ഇവനോട് സംസാരിച്ചിരുന്നു. ഇവനെ ശപിക്കുവാനായിട്ട് യാഗങ്ങളൊക്കെ കഴിച്ചിട്ട് ദൈവജനത്തെ നോക്കി ശപിക്കുവാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ദൈവം അവൻ്റെ വായിൽ അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ് കൊടുത്തത്. ആ വാക്കുകൾ അവനെ പറഞ്ഞു. ബാലാക്ക് അതിനെതിരെ പറഞ്ഞു, ഞാൻ നിന്നെ ശപിക്കാനായിട്ട് വിളിച്ചു, നീയോ ദൈവജനത്തെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബിലെയാം കൊടുത്ത മറുപടി, ദൈവം എന്നോട് പറയുന്ന കാര്യം ഞാൻ പറയേണ്ടയോ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ദൈവഭയമുള്ള ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട പല പ്രതികരണങ്ങളും, അതേസമയം തന്നെ ദൈവഭയമില്ലാത്ത ദൈവ്യാഗ്രഹമുള്ള ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട പല പ്രതികരണങ്ങളും ഈ മനുഷ്യനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവൻ ദ്രവ്യാഗ്രഹം കൊണ്ട് തന്നെ വിറ്റ ഒരുവനാണ്. പുതിയ നിയമത്തിൽ ബിലെയാമിൻ്റെ വഴി എന്ന് പറയുന്നത് അതാണ്. സത്യം അറിഞ്ഞിട്ടും പണത്തിനു വേണ്ടി സത്യത്തെ വിറ്റ് അതിനെതിരെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ഒരു മനുഷ്യൻ. ഇന്നും ബിലെയാമിൻ്റെ വഴികൾ ജീവിക്കുന്നവരായിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ദ്രവ്യാഗ്രഹിയായ ബിലെയാം
പണത്തിനു വേണ്ടി തൻ്റെ ജീവനെ ബലി കഴിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിലെയാമിനെ ഇസ്രായേൽ മക്കൾ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ എനിക്ക് മരിക്കണമെന്ന ആഗ്രഹം പറഞ്ഞെങ്കിലും ആ ആഗ്രഹത്തിനൊത്തവണ്ണം ജീവിച്ചില്ല. നമ്മുടെ പല നല്ല ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ആഗ്രഹങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി നാം പ്രവർത്തിക്കുകയോ ജീവിക്കുകയോ ചെയ്യുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ബിലെയാമിൻ്റെ വഴിയിൽ നടക്കുന്ന ആളുകൾ ഇന്നുമുണ്ട് എന്ന് സങ്കടത്തോടെ ഞാൻ പറയട്ടെ. ബിലെയാമിൻ്റെ വഴിയിൽ നടക്കുന്ന ആളുകളുണ്ട്. സത്യം അറിഞ്ഞിട്ട് സത്യത്തെ പണത്തിനു വേണ്ടി ബലി കൊടുക്കുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. സത്യം അറിഞ്ഞിട്ട് സത്യത്തിൻ്റെ പാത വിട്ടിട്ട് തെറ്റിൻ്റെ പാതയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ചെയ്യരുതാത്ത ജോലികൾ പണത്തിനു വേണ്ടി ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. അവർക്കറിയാം ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷേ അവരത് ചെയ്യും. അതുപോലെ ദൈവാരാധനയും ദൈവജന പഠനത്തിലുള്ളതായിരിക്കുന്ന സാധ്യതകളും എല്ലാം ഉപേക്ഷിച്ച് ദൈവജനത്തിന് വിപരീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന ജാതികളുടെ ഇടയിൽ പോയി അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളതായിരിക്കുന്ന മോട്ടിവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ പണമാണ്, അല്ലാതെ എന്താണ്? ഉപജീവനത്തിന് വേണ്ടിയാണെന്ന് അവർ പറയും. ശരിയാണ്, ഉപജീവനത്തിന് വേണ്ടിയാണ്. പക്ഷേ ഉപജീവനത്തിന് വേണ്ടി വിശ്വാസികൾക്ക് എന്തും ചെയ്യുവാനായിട്ട് കഴിയും? ഒരിക്കലും കഴിയില്ലല്ലോ. ദൈവജനം ഉപജീവനത്തിന് വേണ്ടി ചെയ്യുമ്പോഴും ദൈവമക്കൾ എന്നുള്ളതായിരിക്കുന്ന സാക്ഷ്യം പുലർത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ. അപ്പോൾ ഇത്രയധികം വെളിച്ചം ലഭിച്ചതായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ബിലെയാം. എന്നിട്ടും അവനത് അനുഗ്രഹമാക്കി മാറ്റുവാനായിട്ട് കഴിഞ്ഞില്ല. 3 പ്രാവശ്യം അവൻ ദൈവജനത്തെ നോക്കി ശപിക്കുവാനായിട്ട് ഒരുങ്ങി എന്നുള്ളത് ഒരു ഭയങ്കര കാര്യമല്ലേ? അവനറിയാം ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ജനമാണ്, അവർക്ക് ശാപം ഫലിക്കുകയില്ല. ഇതെല്ലാം അവനറിയാമായിരുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്, അവരെ ശപിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ പരിശ്രമിച്ച് നോക്കട്ടെ, ഒരുപക്ഷേ ദൈവം തൻ്റെ മനസ്സ് മാറ്റിയെങ്കിലോ എന്നാണ് പറയുന്നത്. പല ആളുകളും അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. നമ്മുടെ തെറ്റായിരിക്കുന്ന ആഗ്രഹങ്ങൾക്ക് വേണ്ടി വീണ്ടും നാം ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്താ നമുക്കറിയാവുന്നത് തെറ്റാണ്, ദൈവപ്രകാരമുള്ളതല്ല, വചനം വിലക്കുന്ന കാര്യമാണ്. അവിശ്വാസിയെ ഒരാളെ വിവാഹം കഴിക്കുവാനായിട്ട് ആഗ്രഹിച്ച ചില ദൈവമക്കൾ വളരെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നൊരു കർത്താവേ, എങ്ങനെയെങ്കിലും ആളെ ഒന്ന് രക്ഷിക്കപ്പെടുത്തി എടുത്തിയാലും മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. ദൈവവചനം വിലക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടെ നടക്കണമെന്ന് നാം വിചാരിച്ചത് നടക്കുകയില്ല. ബിലെയാം അതാണ് ആഗ്രഹിച്ചത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടെ നടക്കണം. എങ്ങനെയെങ്കിലും ദൈവം തൻ്റെ മനസ്സ് മാറ്റിയിട്ട് ബിലെയാമിനെ അനുഗ്രഹിക്കണം, ഇസ്രായേലിനെ ശപിക്കണം. എന്തൊരു ഭയങ്കരമായ ചിന്താഗതിയാണെന്ന് വിചാരിക്കുക. നമ്മളൊരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ദൈവത്തിൻ്റെ മനസ്സ് നമുക്ക് മാറ്റുവാനായിട്ട് കഴിയില്ല. ദൈവം തൻ്റെ മനസ്സ് മാറ്റുന്നവനല്ല. കാരണം തെറ്റായിരിക്കുന്ന തീരുമാനം ദൈവം ഒരിക്കലും ചെയ്യില്ല. ശരിയായ തീരുമാനം ദൈവം ചെയ്തിട്ടുള്ളൂ. സർവ്വജ്ഞാനിയായിരിക്കും ദൈവത്തിന് തെറ്റായ തീരുമാനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സർവാധികാരിയായ ദൈവത്തിന് തെറ്റായ തീരുമാനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പിന്നെ നമ്മളിങ്ങനെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിന് മനസ്സ് മാറ്റാനായിട്ട് നമ്മുടെ തെറ്റായിരിക്കുന്ന ആശയം എങ്ങനെയെങ്കിലും നടത്തി കിട്ടാനായിട്ട് മാറ്റേണ്ട ആ ഒരു ഗതികേടെന്ന് ഞാൻ പറയട്ടെ. ആ ഗതികേടിലാണ് പല ആളുകളും. അതിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. അതുകൊണ്ട് ബിലെയാം നമ്മെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു പാഠമെന്ന് പറയുന്നത് സത്യം അറിഞ്ഞ ഒരുവൻ സത്യത്തിന് വേണ്ടി ജീവിക്കണം. തെറ്റ് എന്താണെന്ന് അറിയാവുന്ന ഒരാൾ ആ തെറ്റ് ചെയ്യുവാനായിട്ട് ദൈവത്തോട് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. ദൈവത്തിൻ്റെ മനസ്സ് മാറ്റിയിട്ട് നമുക്കിഷ്ടമുള്ളത് ചെയ്യാനായിട്ട് നാം ഒരിക്കലും ശ്രമിക്കരുത്. അങ്ങനെ ആഗ്രഹിക്കരുത്, നടക്കുകയില്ല. അതുകൊണ്ട് ബിലെയാം നമുക്കെല്ലാവർക്കും ഒരു മുന്നറിയിപ്പായിട്ട് നിൽക്കുകയാണ്. ബിലെയാമിൻ്റെ വഴി എന്നാണ് ആ വഴിയെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. ബിലെയാമിൻ്റെ വഴി, ബിലെയാമിൻ്റെ ഉപദേശം. ബിലെയാമിൻ്റെ വഴിയും ബിലെയാമിൻ്റെ ഉപദേശവും പിടിക്കുന്ന അനേക ആളുകൾ ഇന്ന് ക്രൈസ്തവ കുളത്തുണ്ടെന്നുള്ളത് വളരെ സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ആ വഴി വിട്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരാം, സത്യത്തിൻ്റെ വഴിയിലേക്ക് വരാം. ഒരു കാര്യം സത്യമാണെന്നറിഞ്ഞാൽ അത് ഏത് വില കൊടുത്തും ചെയ്യണം. അങ്ങനെയാണ്. ഏത് വില കൊടുത്തും സത്യം ചെയ്യുന്നവരെയാണ് ദൈവം സ്നേഹിക്കുകയും ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും വിധത്തിൽ പണസമ്പാദനത്തിന് വേണ്ടി സത്യത്തെ പരിഗണിക്കുന്നവർ ഒരിക്കലും ആകരുത്. നാം സത്യം വിൽക്കുകയല്ല, സത്യം വാങ്ങുകയാണ് ചെയ്യേണ്ടത്. അതെ, നമുക്കതൊരിക്കലും ചെയ്യുവാനായിട്ട് അനുവാദമില്ലാത്ത കാര്യമാണ്. സത്യത്തെ നാം അറിയുന്നതായിരിക്കുന്ന സത്യത്തെ പണസമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത്. സത്യദൈവത്തെ നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും ദൈവത്തിന് മനസ്സ് മാറ്റി നമ്മുടെ തെറ്റായിരിക്കുന്ന ആഗ്രഹങ്ങളെ സാധിപ്പിച്ചെടുക്കുവാനായിട്ട് നാം ഒരിക്കലും ശ്രമിക്കരുത്. അതുകൊണ്ട് നേരെയുള്ള വഴിയിൽ ദൈവത്തെ അറിഞ്ഞ് ദൈവവചനപ്രകാരം ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ ദിവസത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ബിലെയാമിൻ്റെ ചരിത്രമാണിന്ന് ഞങ്ങൾ നോക്കിയത്. ബിലെയാമിൻ്റെ പാതയിൽ പോകുന്ന ആളുകൾ ഇന്നും ഉണ്ടെന്നുള്ളത് സങ്കടത്തോടെ ഞങ്ങളെ ഓർക്കുന്നു. ഞങ്ങളെ ആ വഴിയിൽ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകൽ മുഴുവനും അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പരിപാലിക്കണം. കർത്താവിന് കൊള്ളാകുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.